ഈ ഓഗസ്റ്റ് മാസം 11-ാം തീയതി രാവിലെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ ഗിദെയോനെ സംബന്ധിച്ച ചരിത്രം തുടരുകയാണ് ചെയ്യുന്നത്. ദൈവം ഗിദെയോന് അതിശയകരമായ വിജയം നൽകി. ഒരു അസാധാരണമായ വിജയമാണ് നൽകിയത്. ദീർഘകാലം മിദ്യാന്യരുടെ പീഡനത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേലിന് മിദ്യാനിൽ നിന്നും പൂർണ്ണമായിരിക്കുന്നൊരു മോചനം നേടിക്കൊടുത്തു. ഗിദെയോൻ വഴി നേടിയതായിരിക്കുന്ന വിജയത്തിന് നന്ദി കാട്ടുവാൻ ജനം നിശ്ചയിച്ചു. അവരെ ഗിദെയോനോട് ചെന്ന് പറഞ്ഞത്, നിനക്ക് ശേഷം നിൻ്റെ മക്കളും അവർക്ക് ശേഷം അവരുടെ മക്കളും ഇസ്രായേൽ ഞങ്ങൾക്ക് രാജാവാകണമെന്നാണ്. രാജഭരണം, അതാണ് ഗിദെയോന് പ്രതിഫലമായിട്ട് ഇസ്രായേൽ ജനം ഓഫർ ചെയ്തത്. എന്നാൽ ഗിദെയോൻ അത് പാടെ നിരസിച്ചു. താൻ പറഞ്ഞത്, ഞാനാകട്ടെ എൻ്റെ മകനാകട്ടെ രാജാവാകുകയില്ല, യഹോവയത്രേ രാജാവെന്നാണ്. ഗിദെയോന് വചനപരമായി വളരെ വ്യക്തമായ ധാരണയുള്ള ആളായിരുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനം മറ്റ് ജനങ്ങളെപ്പോലെയുള്ള ഒരു ജനമല്ല. ദൈവമാണ് അവരുടെ രാജാവ്. തിയോക്രസിയാണ് അവർക്കുള്ളത്. ദൈവം രാജാവായിട്ട് വാഴുന്നു. അതാണ് ദൈവം. അതാത് കാലങ്ങളിൽ പിന്നെ ആവശ്യാനുസരണം ചില ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ട് യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞ് അവരുടെ കാലം കഴിയുമ്പോൾ പിന്നെ സ്വസ്ഥമായി ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ദൈവമാണ് അവരെ വാഴുന്നത്. അതാണ് പഴയ നിയമത്തിലെ പ്രത്യേകിച്ച് രാജഭരണം വരുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാട്. ദൈവം അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. യഹോവയാണ് ദൈവമെന്ന്, താനാണ് അവർക്ക് രാജാവെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗിദെയോനോട് വന്നിട്ട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം, നിൻ്റെ മക്കളും നിനക്ക് ശേഷം രാജാവായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മാനുഷികമായി ചിന്തിച്ചാൽ ഗിദെയോനത് അംഗീകരിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ശരി, അങ്ങനെ ആയിരിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് രാജാവാകാം, എൻ്റെ കാലശേഷം എൻ്റെ മകനും രാജാവാകാം എന്ന് പറയേണ്ടതാണ്. പക്ഷേ ഗിദെയോൻ അത് സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ഞാനാകട്ടെ എൻ്റെ മകനാകട്ടെ രാജാവാകയില്ല, കാരണം യഹോവയത്രേ രാജാവ്. ഗിദെയോൻ തികഞ്ഞ ഒരു ദൈവഭക്തനായിരുന്നു. ഇസ്രായേൽ ഭരിക്കുന്ന ദൈവമാണെന്ന് അവൻ അറിയാമായിരുന്നു. ദൈവം തനിക്കിഷ്ടമുള്ളവരെ കാലാകാലങ്ങളിൽ ഭരണത്തിനായിട്ട് എഴുന്നേൽപ്പിക്കുന്നു എന്ന് ഗിദെയോൻ മനസ്സിലാക്കിയിരുന്നു. അതിന് വിപരീതമായി ജനങ്ങളുടെ ഹിതത്തിന് വഴങ്ങി ഒരു രാജാവായി ഭരണം നടത്തുവാനായിട്ട് ഗിദെയോന് ഒട്ടും മനസ്സായില്ല. ഞാൻ പറയട്ടെ, ഗിദെയോനെ പോലെ അധികാരമോഹം ഇല്ലാത്ത ആളുകളാണ് ഭരിക്കേണ്ടത്. അധികാരമോഹമുള്ള ആളുകൾക്ക് അവസരം കിട്ടിയാൽ അവരവസരം ചൂഷണം ചെയ്യുമെന്ന് മാത്രമല്ല, അവർക്ക് അർഹതയില്ലാത്തതായിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് കയറിപ്പറ്റാനായിട്ട് അവർ തന്ത്രങ്ങൾ മെനയുകയും ചെയ്യും. പക്ഷേ ഗിദെയോനെ നോക്കിക്കുക, ജനങ്ങളെല്ലാവരും കൂടെ വന്ന് ഏകപക്ഷീയമായ ഏകസ്വരത്തിൽ, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം, നിൻ്റെ ശേഷം നിൻ്റെ മകനും രാജാവായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗിദെയോൻ വളരെ ഫ്ലാറ്റായിട്ട് പറഞ്ഞത്, ഇല്ല, അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കുകയില്ല. കാരണം യഹോവയാണ് രാജാവ്. യഹോവയെ മാറ്റിയിട്ട് ഞാൻ ആ സ്ഥാനത്ത് രാജാവായി വരികയോ, അതെങ്ങനെ സാധിക്കും എന്നാണ് ഗിദെയോൻ പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, ഇന്നത്തെ ആത്മീയഗോളത്തിൽ ഗിദെയോനെ പോലെയുള്ള ആളുകൾ വളരെ കുറവാണ്. ഇല്ലെന്ന് ഞാൻ പറയുകയില്ല, പക്ഷേ വളരെ കുറവാണ്. ഇന്നത്തെ ആത്മീയരായി ഇന്ന് നടിക്കുന്ന നേതാക്കന്മാർ, നേതൃത്വത്തിലുള്ളവരൊക്കെ അധികാരമോഹമുള്ളവരാണ്. അവരുടെ സ്ഥാനം ഉറപ്പിക്കുവാനായിട്ട് അവരെ ഏത് മാർഗ്ഗം ഉപയോഗിക്കുന്നവരാണ്. ഏത് നിലയിലും കുടുംബ താല്പര്യം സംരക്ഷിക്കാനുള്ള വ്യഗ്രതയാണ് അങ്ങനെയുള്ളവർക്കുള്ളത്. മകനെ രാജാവാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഗിദെയോനോട് പറഞ്ഞപ്പോൾ ഗിദെയോൻ ഒക്കുകയില്ലെന്ന് പറഞ്ഞു. ഇന്നത്തെ ആളുകളാണെങ്കിൽ അവരുടെ മക്കളുടെ സ്ഥാനം ഉറപ്പിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ദൈവമക്കളുടെ കാശ് കൊണ്ട് ഓരോരോ സ്ഥാപനങ്ങൾ തുടങ്ങും. ബൈബിൾ കോളേജുകളാകാം, അല്ലെങ്കിൽ സെമിനാരികളാകാം, മറ്റേ ഓരോരോ സ്ഥാപനങ്ങളാണ്. ദൈവമക്കളിൽ നിന്ന് പിരിച്ചെടുത്തതാണ്. അവരുടെയൊന്നും വീട്ടുകാരെയോ വീട്ടു സ്വത്തോ ഒന്നുമല്ല. പക്ഷേ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവരുടെ മക്കൾക്കത് കൈമാറ്റം ചെയ്യും. എത്രയെത്ര സ്ഥാപനങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ. എത്രയെത്ര സ്ഥാപനങ്ങൾ അങ്ങനെയുണ്ട്. അപ്പന്മാർ തുടങ്ങിയതായിരിക്കുന്നത്. അപ്പന്മാരൊന്നും വീട്ടിലെ കാശ് കൊണ്ടൊന്നും തുടങ്ങിയതല്ല. അതെല്ലാം ദൈവമക്കളുടെ കാശാണ്. അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെയുള്ള ദൈവമക്കളിൽ നിന്നും പിരിച്ചെടുത്ത കാശാണ്. ഇവിടെയുള്ള പാവപ്പെട്ട ദൈവമക്കളുടെ കാശ് പിരിച്ചെടുത്തതാണ്. പക്ഷേ സ്ഥാപനം സ്ഥാപിക്കുന്നത് മകൻ്റെ പേരിൽ, കൊച്ചുമകൻ്റെ പേരിൽ, മരുമകൻ്റെ പേരിൽ എന്ന് വേണ്ട, അങ്ങനെയൊക്കെയുള്ള നിലയിലാണ്. കാരണം അധികാരമുഖമാണ്. ഈ പണം അവരുടെ കയ്യിൽ നിന്ന് പോകരുത്, ഈ സ്വത്തുക്കളൊന്നും അവരുടെ കയ്യിൽ നിന്ന് പോകരുതെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹമാണ്. അപ്പോൾ മകനെയോ അനന്തരവനെയോ മരുമകനെയോ അധികാരത്തിൽ കൊണ്ടുവരുവാനുള്ള അവരുടെ താല്പര്യം ഒരു അനാത്മികമായ താല്പര്യമാണെന്ന് ഞാൻ പറയട്ടെ. പിതാവുണ്ടാക്കിയ സ്ഥാപനം എന്നും മക്കൾക്കുണ്ടായിരിക്കണമെന്ന് എന്താണ് വിശ്വാസി? കാരണം അതൊന്നും കുടുംബസ്വത്തല്ലല്ലോ, ദൈവമക്കളുടെ പണം കൊണ്ടുണ്ടാക്കുന്ന സ്ഥാപനങ്ങളല്ലേ. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ആർക്കാണ് കൈമാറ്റം ചെയ്യേണ്ടത്? അതിനൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ട്രസ്റ്റാണ് തീരുമാനിക്കുന്നത് ആരാണ് അടുത്തതായിരിക്കേണ്ടത്. അല്ലെങ്കിൽ അത് ഒരിക്കലും
ഒരു കുടുംബസ്വത്തായിട്ട് ഇരിക്കാനായിട്ട് പാടില്ല. എന്നാൽ അങ്ങനെയാണ്, പേര് പോലും അങ്ങനെ വെക്കും. അദ്ദേഹത്തിൻ്റെ സ്ഥാപകൻ്റെ പേര് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പേരിലാണ് അങ്ങനെ അറിയപ്പെടുന്നത്. വലിയ വലിയ ഭക്തന്മാരായിരിക്കുന്ന ആളുകളുടെ പേരിൽ പോലും ആളുകൾ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവർ തുടങ്ങിയതല്ല, അവർക്ക് ശേഷം അവരുടെ കാലത്തിന് ശേഷം ആളുകൾ അവരുടെ പേരിൽ തുടങ്ങിയതാണ്. പക്ഷേ അത് തന്നെ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പൗലോസിൻ്റെ പേരിൽ വല്ല സ്ഥാപനമുണ്ടോ? ആകെ കൂടെ രണ്ട് സ്ഥാപനമേ ഉള്ളൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പേരിലുള്ള തിരുവത്താഴം ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന്. വേറെ ഒന്ന് പറഞ്ഞത്, സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം മറിയ കർത്താവിൻ്റെ കാൽക്കൽ പൂശിയ തൈലം, അതേക്കുറിച്ച് പറഞ്ഞു. സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അതും പ്രസംഗിക്കപ്പെടും. നല്ലത് യാതൊരു ഓർമ്മയും ഒരു സ്മാരകവും കർത്താവ് സ്ഥാപിച്ചിട്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അധികാരഭ്രമവും അധികാരമോഹവും ഒക്കെ വളരെ ആപത്താണ്. നമ്മുടെ സ്ഥാനം ഉറപ്പിക്കാനായിട്ട് നാം ഒന്നും ചെയ്യരുത്. കർത്താവിൻ്റെ ജനത്തിൻ്റെ പണമാണെങ്കിൽ അത് കർത്താവിൻ്റെ ജനമാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ മകനെയോ അനന്തരവരെയോ മരുമകനെയോ ഒന്നും അധികാരത്തിൽ കൊണ്ടുവരാനുള്ളതായിരിക്കുന്നൊരു താല്പര്യം ഒരിക്കലും ഉണ്ടാക്കരുത്. പിതാവുണ്ടാക്കിയ തൻ്റെ അധ്വാനങ്ങളുണ്ടാക്കിയ സ്ഥാപനമാണെങ്കിൽ മക്കൾക്കായിരിക്കട്ടെ. ഞാൻ പറയാം, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, വേറെ ആരുടെയും പണം പിരിച്ചെടുത്തതല്ല എങ്കിൽ അത് പിന്നെ മക്കൾക്ക് കൊടുക്കുക, അത് നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ. ദൈവമക്കളുടെ പണം കൊണ്ടുണ്ടാക്കുന്ന സ്ഥാപനങ്ങളെ കുടുംബാംഗ പേരുകൾ നൽകുകയും അനന്തരാവകാശികൾക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. ദൈവമക്കൾക്ക് യോജിച്ച ഒരു രീതിയല്ല ഇത്. ദൈവം സ്വീകരിക്കുന്ന ഒരു നയമല്ല ഇത്. ദൈവം എഴുന്നേൽപ്പിക്കുന്നവരാണ് അതാത് കാലങ്ങളിൽ ദൈവജനത്തെ നയിക്കേണ്ടത്. അത് ജനനം കൊണ്ട് ലഭിക്കുന്നതല്ല, അത് ശുശ്രൂഷ കൊണ്ട് ലഭിക്കുന്നതാണ്. ദൈവത്തിന് വേണ്ടിയുള്ളവരുടെ സമർപ്പണം കൊണ്ടും അവർ സഹിച്ച ത്യാഗം കൊണ്ടും ലഭിക്കുന്നതാണ്. ഇത് വളരെ നാം ഓർക്കണം. അപ്പോൾ ഈ അധികാരമോഹം എന്ന് പറയുന്നൊരു വല്ലാത്ത കാര്യമാണ്. അധികാരമോഹം ഇല്ലാത്തതായിരിക്കുന്ന ആളുകളെ വേണം ശുശ്രൂഷ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാനെന്ന് ഞാൻ പറയും. അപ്പൻ്റെ ശേഷം മക്കൾക്ക് കൈമാറ്റം ചെയ്യുക എന്ന് പറയുന്നതായിരിക്കുന്ന രീതിയൊക്കെ നമ്മുടെ ഇടയിൽ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് ശരിയായിരിക്കുന്നൊരു നടപടിക്രമമല്ല. അപ്പൻ കാര്യപ്രാപ്തിയുള്ളവനായതുകൊണ്ടാണ് ലോകമെല്ലാം നടന്ന് പണം പിരിച്ചതൊക്കെ ഉണ്ടാക്കിയത്. മക്കളുടെ സ്ഥാനം വരുമ്പോൾ മക്കൾക്ക് അപ്പനുള്ളതായിരിക്കുന്ന കാര്യപ്രാപ്തിയില്ല, സ്വഭാവശുദ്ധിയില്ല. കാര്യപ്രാപ്തിയുമില്ല, സ്വഭാവശുദ്ധിയുമില്ല, ദർശനവുമില്ല, വിളിയുമില്ല, ഒന്നുമില്ലാത്തതായിരിക്കുന്ന മകൻ്റെ പേരിൽ ഇതെല്ലാം കൊടുത്തിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നറിയാമോ? ആ സ്ഥാപനം ഏതാണ്ട് ഒരു തലമുറ കൊണ്ട് അവസാനിക്കും. സ്വത്തുക്കളെല്ലാം വിറ്റ് മക്കൾക്കും മരുമക്കൾക്കും വീതം വെച്ചെടുക്കും. അങ്ങനെ ചെയ്തിട്ടുള്ളതായിരിക്കും സ്ഥാപനങ്ങളെ എനിക്കറിയാം. സ്വത്തുക്കൾ വിറ്റ് മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും ഒക്കെ വീതം വെച്ച് കൊടുത്തു. കർത്താവിൻ്റെ മക്കൾ കൊടുത്തതായിരിക്കുന്ന കാശ്. ഇതൊക്കെ ദൈവത്തോട് കണക്ക് പറയേണ്ടതായിരിക്കുന്ന ഒരു നാൾ വരും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കട്ടെ. ഗിദെയോനെ സംബന്ധിച്ച് താൻ തികഞ്ഞ ഒരു മാതൃകയാണ് താൻ ചെയ്തത്. തനിക്ക് അങ്ങനെ താൻ ചോദിക്കാതെ തൻ്റെ കയ്യിൽ വന്ന് വീണതായിരിക്കുന്ന ഒരു അനുഗ്രഹമാണെന്ന് വേണമെങ്കിൽ നമുക്ക് മാനുഷികമായി ചിന്തിക്കാം. പക്ഷേ താൻ പറഞ്ഞില്ല, ആ അനുഗ്രഹം എനിക്ക് ആവശ്യമില്ല. കർത്താവിൻ്റെ പേര്, അത് കർത്താവാണ് രാജാവ്. ഇസ്രയേൽ അവൻ തന്നെ രാജാവായിരിക്കും. അവനെ എനിക്ക് ന്യായാധിപൻ്റെ സ്ഥാനം തന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലേക്ക് ഭരണം നടത്താൻ ഞാനത് ചെയ്തു. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു. എൻ്റെ മകനും എൻ്റെ മകൻ്റെ മകനും ഒന്നും ഈ സ്ഥാനം ഏറ്റെടുക്കുകയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷകളെയും നമ്മുടെ മോട്ടിവേഷൻസ്, നമ്മുടെ ലക്ഷ്യങ്ങളെയും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. നാം എന്തിനു വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണോ? പേരിനാണോ? പെരുമയാണോ? അതുപോലെ ദൈവമക്കളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തരുന്നതായിരിക്കുന്ന പണം നാം ആരുടെ പേരിലാണ് നിക്ഷേപിക്കുന്നത്? അത് ആർക്ക് കൊടുക്കുന്നു? ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവമക്കളുടെ പണം പിരിച്ചുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ മക്കളുടെ പേരിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ദൈവം ആ മക്കളെയൊക്കെ ശത്രുവായി തീരുകയാണ് ചെയ്യുന്നത്. ദൈവം ആ മക്കൾക്ക് ശത്രുവായി തീരുകയാണ്. തലമുറകളെ നിങ്ങൾ വാച്ച് ചെയ്തു, അങ്ങനെയുള്ള തലമുറകളെ നോക്കിക്കോ, അധികം കാലമൊന്നും നിൽക്കുകയില്ല. അത് അവർക്ക് തന്നെ ഒരു ലയബിലിറ്റി ആയിട്ട് വരും. അങ്ങനെ ഒരിക്കലും തീരാതിരിക്കുവാൻ, നമ്മളങ്ങനെ ചിന്തിക്കാതിരിക്കാൻ, സ്ഥാനമോഹമുള്ളവരാകാതിരിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, സ്ഥാനമോഹം കൂടാതെ കർത്താവിനെ സേവിച്ച ഗിദെയോന് വേണ്ടി സ്തോത്രം. തനിക്ക് ശേഷം തൻ്റെ മക്കൾക്കും രാജഭരണം കിട്ടുവാൻ ഉള്ളതായിരിക്കുന്ന ഓഫറാണ് ഇസ്രായേൽ മക്കൾ ചെയ്തത്. എന്നാൽ ഞാനാകട്ടെ, എൻ്റെ മകനാകട്ടെ രാജാവാകയില്ല, യഹോവയാത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ് ആ സ്ഥാനം കയ്യോടെ ഒഴിയുവാൻ തക്കവണ്ണം അത് കർത്താവ് അത് തൊടാതെ പോലും, കൈപോലും അശുദ്ധമാകാതെ സൂക്ഷിക്കുവാൻ ഗിദെയോന് കൃപ കൊടുത്തു. ഇന്നത്തെ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ മക്കളുടെ പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിടുന്ന ഒരുപാട് ആളുകളുണ്ട്. ദൈവമക്കളുടെ കാശ് പിരിച്ച് പണം ഉണ്ടാക്കിയിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് ശേഷം അവരുടെ മക്കൾക്ക് അത് കൈമാറ്റം ചെയ്യുന്ന ആളുകളുണ്ട്. കർത്താവെ, പലപ്പോഴും ആ മക്കൾ ദേഹദർശനമുള്ളവരോ അപ്പൻ്റെ കാൽ ചുവടെ നിൽക്കുവാൻ തക്കവണ്ണം ഏതെങ്കിലും ഇതിൽ അർഹതയോ യോഗ്യതയോ ദർശനമോ ഭാരമോ വേലയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ആഗ്രഹം ഒന്നുമില്ലാത്തവരായ ആളുകളായിരിക്കും. എന്നാൽ സ്വത്തിൻ്റെ വില മാത്രം നോക്കി അവരെ ഏൽപ്പിക്കുകയും അത് കേവലം നശിച്ചു പോവുകയും ചെയ്യുന്നതായിരിക്കുന്ന കാഴ്ചകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സഹായിക്കണമേ. കൃപ കൊണ്ട് ഞങ്ങൾ നിറച്ചാട്ട്, അനുഗ്രഹിച്ചാട്ട്, ആശീർവദിച്ചാട്ട്, മഹത്വപ്പെടുത്താട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ.